മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ. നമസ്കാരം. പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ നടപ്പാക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളും പദ്ധതികളും ഗ്യാരണ്ടികളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാനിന്ന് സംസാരിക്കുന്നത്. ഏറ്റവും സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സന്തോഷം തോന്നിയത്, അതായത് പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് 10 വർഷത്തിന് ശേഷം, നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയല്ലോ. ജനങ്ങളോട് മസിലിപിടുത്തമില്ലാതെ സംസാരിക്കാൻ ശേഷിയുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയല്ലോ. സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്, ഒന്നും ശ്രദ്ധിച്ചില്ല. ജനങ്ങളോട് മനുഷ്യരോട് എന്ന പോലെ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും. എന്നെ പോലെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ വിചാരിക്കും VD സതീശനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന്. അങ്ങനെ വിചാരിച്ചാലും അതിൽ വലിയ തെറ്റില്ല. ഇന്ന് കുറച്ച് സുഖിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സുഖിപ്പീരിന് ഒരാൾ അർഹനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കുറച്ച് സുഖിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, അല്ലേ? കാരണം ഇന്നലെ അദ്ദേഹം മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കണ്ടായിരുന്നു. മന്ത്രിമാരുടെ പേര് വായിക്കുന്നതിന് വേണ്ടി, അറിയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കണ്ട സമയത്ത് അവിടെ ഇരുന്ന യുവാക്കളിൽ ഒരു യുവാവാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, സാർ, ഈ വണ്ടികളിലെ മോഡിഫിക്കേഷനെ സംബന്ധിച്ച കാര്യം. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു സൈക്കോളജിസ്റ്റിനെയാണ് അദ്ദേഹത്തിൽ കണ്ടത്, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കണ്ടത്. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഓരോ ജനറേഷനോട് എങ്ങനെ പെരുമാറണം, എന്താണ് അവരുടെ ഉള്ളിലുള്ള വികാരം എന്ന് മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു പ്രത്യേക ശേഷിയുണ്ട്. അതൊരു വലിയ കഴിവ് തന്നെയാണ്, അതൊരു സ്കില്ലാണ് കേട്ടോ. അപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസവും ഒരു പ്രത്യേക ആക്ഷനും, ഒരു കണ്ണടച്ചുള്ള കള്ളച്ചിരി, എമ്പടാ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ വാഹനം മോഡിഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണമായിട്ട് ലഭിച്ചത്. ആ മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി ആ ഒരു എക്സ്പ്രഷന് തന്നെ കയ്യടി വീഴുകയാണ്. വെറും ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറുകയാണ്, നമ്മുടെ കണ്ണിലുണ്ടിയായി മാറുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് മുഖ്യമന്ത്രി മാറുന്നു എന്ന തോന്നൽ, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ മാറുകയാണ്. ആ ഒരു തോന്നൽ വളരെ ഒരു വലിയ ഓളമുണ്ടാക്കും. അദ്ദേഹം മുന്നോട്ടിനി ഇതേപോലെ തന്നെ പോകുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്.